സോ ഒരു മിനിറ്റ് നമുക്കൊന്ന് മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരും വ്യത്യസ്തമായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മളെ സഹായിക്കുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജി ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ മാറ്റങ്ങൾ ഓരോന്നും കൈപ്പിടിയിൽ ഒതുക്കുന്ന ആളുകളുണ്ട്. ആ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ആ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നവരുണ്ട്. ആ മാറ്റങ്ങൾ ഇനി ഇല്ല ഇല്ല ഈ മാറ്റങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചു മാറി നിൽക്കുന്നവരുമുണ്ട്. നമ്മൾ ഈ ഒരു ടെക്നോളജിയുടെ ഭാഗമായി ഈ മീറ്റിംഗ് ഹാളിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ആ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് സബ്ജക്റ്റ് മാറുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായും ഈ ഓപ്പർച്യൂണിറ്റിയുടെ അനന്ത സാധ്യതയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാം ചെതർ ഓഷ്യൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെൽഫ് അപ്രീഷിയേറ്റിംഗ് ഡെഫി പ്രൊജക്റ്റ് ആണ് ചെതർ ഓഷ്യൻ. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെ സാധ്യതകൾ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ tetherOcean.com എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ഇതിന്റെ പ്രാക്ടിക്കൽ സെഷനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് പോലെ, ടോക്കൺ പോക്കറ്റ് പോലെ, മെറ്റാമാസ്ക് പോലുള്ള ഏതെങ്കിലും ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ത്രൂ മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കൂ. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു വിർച്വൽ ടോക്കണിന്റെ ചില സാധ്യതകളാണ്. കമ്മ്യൂണിറ്റി ഡ്രിവൺ ആയിട്ടുള്ള ഒരു വിർച്വൽ ടോക്കൺ ആണ്. ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയുള്ള ഒരു സൊല്യൂഷൻ ആണ് അതിലൂടെ മുന്നോട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. തീർച്ചയായും ഈ പ്രൊജക്ടിന്റെ കീ ഫീച്ചേഴ്സിലേക്ക് കടന്നു വരുമ്പോൾ USDT എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തെ ഏത് രാജ്യത്ത് നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസി വഴിയാണ് ഇതിന്റെ ഇൻ ഔട്ട് പ്രോസസ്സുകൾ നടക്കുന്നത്. അതായത് ഈ സിസ്റ്റവുമായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് USDT വേണം, നമുക്ക് തിരിച്ചു കിട്ടുന്നതും USDT തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഹാപ്പിയാണ്. കാരണം ഇതിന്റെ ഫ്ലക്ച്വേഷൻസ് ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. എന്നാൽ ഇതിൽ അനന്ത സാധ്യതയുള്ള ഇന്നോവേറ്റീവ് ലിക്വിഡിറ്റി പൂൾസ് വെച്ചതുകൊണ്ട് വരുന്ന എല്ലാവർക്കും വലിയ തരത്തിലുള്ള ലാഭം ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. സെക്യൂർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറന്റ് ട്രാൻസാക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് tetherOcean-ലുള്ളത്. കമ്മ്യൂണിറ്റി സെൻട്രിക് ആയിട്ടുള്ള ഈ സിസ്റ്റത്തെ ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് സിസ്റ്റം അവതരിപ്പിക്കുന്നത്. ആ ബ്രിഡ്ജ് ട്രഡീഷണൽ ഫിനാൻസിന്റെയും ഡീസെൻട്രൽ ഫ്യൂഷന്റെയും ഗ്യാപ്പ് ഫില്ല് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്, അതിന്റെ ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാമിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് 2024 മാർച്ച് 20 2024 മാർച്ച് 21 മുതൽ ഈ സിസ്റ്റത്തിൽ ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ആ ട്രാൻസാക്ഷൻ പൂർണ്ണമായിട്ടും നമുക്ക് ബ്ലോക്ക് ചെയിനിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ബിനാൻസിന്റെ ബ്ലോക്ക് ചെയിനിലാണ് ഇത് ഡീസെൻട്രലൈസ് ചെയ്തിരിക്കുന്നത്. BB20 പ്ലാറ്റ്ഫോമിന്റെ BSC സ്കാനിൽ നമുക്ക് അതിന്റെ പ്രോഗ്രാം നമ്മൾ വാച്ച് ചെയ്ത് നോക്കിയാൽ ഓരോ ട്രാൻസാക്ഷൻസും മാർച്ച് 21 മുതൽ ഇന്ന് വരെ നടന്നത് നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. അത് എത്ര എമൗണ്ടിന്റെ ആണ്, ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണ്, ഇന്നാണോ ഔട്ടാണോ, ഇന്നാണെങ്കിൽ ഏത് രൂപത്തിൽ, ഔട്ട് ആണെങ്കിൽ ഏത് രൂപത്തിൽ, എല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ഇവന്റ് ലോക്കിലേക്ക് പോയാൽ ഈ ട്രാൻസാക്ഷൻസ് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയിൻ ത്രൂ മാത്രമേ നടന്നിട്ടുള്ളൂ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമാണ് ഒരു ബ്രിഡ്ജായിട്ട് മാറാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ആ ബ്രിഡ്ജ് നമ്മുടെ ലൈഫിൽ ഒരു ബ്രിഡ്ജായിട്ട് മാറും. നമുക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന, പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബ്രിഡ്ജ്. അതിനുവേണ്ടി അവർ തയ്യാറാക്കിക്കുന്ന സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജുകൾ സംസാരിച്ചാൽ, ഒന്ന്, പ്രൈസ് അപ്രീസിയേഷൻ ഓൺ എവറി ബൈ സെൽ ട്രാൻസാക്ഷൻ. ബൈ നടന്നാലും സെല്ല് നടന്നാലും വില കൂടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ട്രേഡിംഗ് മേഖലയിൽ ഇൻവോൾവ് നിൽക്കുന്ന ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ആശയമാണ്. എനിക്ക് ആദ്യം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സുഹൃത്തിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു, അതെങ്ങനെ പോസിബിൾ ആവും? കാരണം ട്രേഡിംഗ് രംഗത്ത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണത്. അത് ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലായിക്കോട്ടെ, കമ്മ്യൂണിറ്റിയിലായിക്കോട്ടെ, ഫോറക്സിലായിക്കോട്ടെ, ഷെയർ മാർക്കറ്റിലായിക്കോട്ടെ, ക്രിപ്റ്റോ കറൻസിയിലായിക്കോട്ടെ, വേണ്ട ട്രഡീഷണൽ ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിലായിക്കോട്ടെ, ബയേഴ്സിന്റെ എണ്ണം കൂടിയ വില കൂടും, തർക്കമില്ല.
പക്ഷെ സെല്ലേഴ്സിന്റെ എണ്ണം കൂടിയാൽ വില കുറയുക എന്നുള്ളത് മാത്രമാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. ലോകത്ത് ഒരിടത്തും സെല്ലേഴ്സിന്റെ എണ്ണം കൂടിയാൽ വില കൂടുന്ന സാഹചര്യം നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ട്രെദർ ഓഷ്യൻ അതിൽ വളരെ മനോഹരമായ ഒരു ആശയത്തിലൂടെ ബൈ നടന്നാലും സെല്ല് നടന്നാലും വില കൂടുന്ന ഒരു പ്രോസസ് സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ തന്നെ പെട്ടെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഇതൊരു റക്കൂൾ അല്ലേ, ഇതിങ്ങനെ ഒരു ഹല്ലാബുള്ള ക്രിയേറ്റ് ചെയ്ത് ഒരു ഹൈപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കുറെ ഫണ്ട് കളക്ട് ചെയ്ത് ഓടിപ്പോകുന്ന സിസ്റ്റം ആയിരിക്കില്ലേ? ഒരിക്കലുമല്ല. ഇത് റക്കൂൾ അല്ല. റക്കൂൾ അല്ല എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇതിന്റെ ഓരോ ട്രാൻസാക്ഷൻസും മാർച്ച് 21 മുതൽ ഇന്ന് വരെ നിന്ന് ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുവേണ്ടി അവർ ചെയ്തിരിക്കുന്നത് നോ പ്രീമൈൻഡ് കോയിൻ എന്നൊരു കൺസെപ്റ്റ് ആണ്. പ്രീമൈൻഡ് കോയിൻസ് ഒന്നുമില്ല. മാർച്ച് 20 സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ, ഇതിന്റെ സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ടോക്കന്റെ എണ്ണം 0 ആണ്. മാർച്ച് 21 ഫസ്റ്റ് എൻട്രി നടക്കുന്ന സമയത്ത്, ഇൻപുട്ട് നടക്കുന്ന സമയത്ത് അവർ എത്ര എമൗണ്ടിനാണോ വന്നത് അതിന് ആനുപാതികമായ കോയിൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അങ്ങനെ ഇന്ന് വരെയും അത്ര ആരെല്ലാം ആവശ്യക്കാരായി വന്നിട്ടുണ്ട് അതിന് ആനുപാതികമായ കോയിൻസ് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോയിൻസ് ആർ ബേൺ വെൻ സോൾഡ്. വിൽക്കുന്ന സമയത്ത് ആ കോയിൻ വിറ്റഴിക്കപ്പെടുന്നു, അത് ബേൺ ചെയ്ത് പോകുന്നു. വിറ്റഴിക്കുന്ന കോയിൻസ് മുഴുവൻ ബേൺ ചെയ്ത് പോകുന്നു. അതായത് ഒരു 10,000 കോയിൻ മാർക്കറ്റിലുള്ള സമയത്ത് ഒരു 1000 കോയിൻ ഒരാൾ വാങ്ങാൻ വന്നാൽ 1000 ടോക്കൺ കൂടെ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ 11,000 ടോക്കൺ ആയി. ഈ സമയത്ത് 2000 കോയിൻ ഒരാൾ സെല് ചെയ്താൽ അത്രയും ബേൺ ചെയ്ത് പോകും. ബാക്കി 9,000 ടോക്കണേ ഉണ്ടാവും. ഈ സിസ്റ്റം അതിന്റെ ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്ന കാര്യമാണ്. കാരണം ടോട്ടൽ സപ്ലൈ കൺട്രോൾ ചെയ്താൽ മാത്രമേ എപ്പോഴും വാല്യൂ ഹൈക്കിനുള്ള സാധ്യതയുള്ളൂ. ഈ സിസ്റ്റത്തിൽ വളരെ മനോഹരമായി വളരെ ബ്രില്യന്റ് ആയിട്ട് ഈ രണ്ട് കാര്യങ്ങൾ സമ്മേളിച്ചത് കൊണ്ടാണ് ബൈ സെൽ ട്രാൻസാക്ഷനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തു പോകുന്നത്. ഇതിന്റെ മുന്നോട്ട് വയ്ക്കുന്ന സൊല്യൂഷൻ 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ പ്രോഗ്രാമിൽ ഒരു തരത്തിലും മനുഷ്യന്റെ കൈകടത്തിൽ വരുന്ന ആവശ്യമില്ല. ഒരു ഘട്ടത്തിൽ പോലും വരുന്നില്ല. 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ബ്ലോക്ക് ചെയിൻ ഇവന്റിൽ പോയാൽ നമുക്കത് കാണാൻ സാധിക്കും. റിയൽ ടൈം ബൈ ആൻഡ് സെൽ പ്രോഗ്രാം ആണ്. ഇത് വാങ്ങുന്നതും വിൽക്കുന്നതും റിയൽ ടൈം ആണ്. അവിടെ ഒരു ലാഗിങ് ഇല്ല. വാലറ്റിൽ ഡോളർ വെച്ചിട്ട് ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ എത്ര ഡോളർ കൊണ്ട് വാങ്ങണമെന്ന ചോദ്യം മാത്രമേ ഉള്ളൂ. ബൈ കൺഫേം കൊടുത്താൽ, വാലറ്റ് കൺഫർമേഷൻ കൊടുത്താൽ അപ്പൊ തന്നെ നമുക്ക് ആവശ്യമായ കോയിൻ ഹോൾഡിംഗിൽ കിട്ടുകയായി. നമ്മുടെ കയ്യിൽ കോയിൻ ഹോൾഡിംഗിലുണ്ട്, നമുക്ക് വിൽക്കണം. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, നമ്പർ ഓഫ് കോയിൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്പർ ഓഫ് കോയിൻസ് ടൈപ്പ് ചെയ്യുന്നു, സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, വാലറ്റ് കൺഫർമേഷൻ കൊടുത്താൽ അപ്പൊ തന്നെ ഈക്വലി USDT നമുക്ക് കിട്ടലായി. റിയൽ ടൈമായി അഫിലിയേറ്റ് പേ ഔട്ട് കൊടുക്കുന്ന സിസ്റ്റമാണ് ടെതർ ഓഷ്യൻ മുന്നോട്ട് വയ്ക്കുന്നത്. 43% പേ ഔട്ടിന് വേണ്ടി മാത്രം മാറ്റിവെച്ചത്. ഈ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ 43% ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും ഇതിന്റെ ഡെവലപ്പേഴ്സിന് സാധിക്കും എന്നുള്ളതാണ്. വേറെ ഒന്നിനും യാതൊരു മാറ്റവും സാധിക്കില്ല. അപ്പോൾ ഈ 43% എങ്ങനെയെല്ലാം മാറ്റിമറിക്കാൻ പറ്റും, എങ്ങനെയൊക്കെ ഗുണകരമായി നമുക്ക് മാറ്റും, അത് റിയൽ ടൈം ആയിട്ട് ചെയ്യുന്നു. അവിടെ ഒന്നും ഹോൾഡ് ചെയ്ത് നാളത്തേക്ക് മറ്റന്നാളത്തേക്ക് ആ പരിപാടിയൊന്നുമില്ല. സംഭവം ചെയ്യുന്ന ആ സെക്കൻഡിൽ തന്നെ അതിന്റെ വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ സെക്കൻഡിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും, യാതൊരു സർവീസ് ചാർജും ഇല്ലാതെ. എടുത്തു പറയേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം സാധാരണ ഏത് സിസ്റ്റം മാർക്കറ്റിൽ വന്നാലും ആളുകൾ വർക്ക് ചെയ്തും കമ്മീഷൻ ഉണ്ടാക്കും. അത് വിഡ്രോ ചെയ്യുന്ന സമയത്ത് 60-40 അങ്ങനത്തെ ഡിവിഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ, 60 കിട്ടും, 40 റീഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകും, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. 10% കട്ടിംഗ് ഉള്ള കമ്പനികളാണ് പൂർണ്ണമായിട്ടുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ. 10% ഡിഡക്ഷൻ എപ്പോഴും ഉണ്ടാകും. എന്തിനാ ഇങ്ങനെ ഡിഡക്ഷനിലേക്ക്? ആ സിസ്റ്റം നിലനിൽപ്പില്ല. പക്ഷെ ഇവിടെ ഒരു തരത്തിലുള്ള ഡിഡക്ഷൻസും ഇല്ല. കാരണം സിസ്റ്റം നിലനിൽക്കുന്നത് ഇതിലൊന്നുമല്ല. വർക്ക് ചെയ്ത ആൾക്കാർ ഉണ്ടാക്കിയ വരുമാനം അവർ വാങ്ങട്ടെ, അവർ കൂടുതൽ വർക്ക് ചെയ്യട്ടെ, കൂടുതൽ വരുമാനം നേടട്ടെ എന്ന മെന്റാലിറ്റി ഇതിനെ ഡെവലപ്പേഴ്സ് വച്ചപ്പോ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. 43% അതിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അതെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? ഇതായിരിക്കണം നമ്മുടെ ചിന്ത. സ്വാഭാവികമായിട്ടും ഈ സിസ്റ്റത്തിൽ ഒരു ഇൻവെസ്റ്ററായി നിൽക്കുന്ന ഒരാളാണെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും കൈ നിറയെ പണം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് വച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ സിസ്റ്റത്തിന്റെ ഒരു ബ്യൂട്ടി തന്നെയാണ്. ഇപ്പോഴും പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് അല്ലെ, എവിടെയാ ഈ വാങ്ങലും വിൽക്കലും നടന്ന വില കൂടുക എങ്ങനെയാണ്? ഈ ടേബിൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതിനെ നിങ്ങൾക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. ഇതുപോലത്തെ ടേബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എത്ര ട്രാൻസാക്ഷൻ, എത്ര മില്യൺ ട്രാൻസാക്ഷൻ നിങ്ങൾ ഉണ്ടാക്കിക്കോ, എത്ര ബൈ നടന്നാലും എത്ര സെല്ല് ഇടുന്നാലും ഇതിന്റെ ബൈ പ്രൈസ് കൂടുതലല്ലാതെ കുറയില്ല. ഈ സിസ്റ്റത്തിൽ ചെയ്തിരുന്ന മനോഹരമായ ആശയം നോക്കൂ. ഒരു ബൈ പ്രൈസ് ഉണ്ടെങ്കിലേ സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ. നമുക്കറിയാം, ഒരു ബൈ പ്രൈസ് വന്നാൽ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറും. നോക്കൂ, 7ാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, 2.512663 ആണ് അവിടുത്തെ ബൈ പ്രൈസ്. അവിടുത്തെ സെൽ പ്രൈസ് 2.3036 ആണ്. തൊട്ടടുത്ത ട്രാൻസാക്ഷൻ നടക്കുക 3.25 ആയിട്ട്
വില കൂടി, സെയിം ടൈം 2.5 പഴയ ബൈ പ്രൈസ് ഇവിടെ സെൽ പ്രൈസ് ആയിട്ട് മാറി. സിസ്റ്റം ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയ ആശയം ഇതാണ്. ഒരു ബൈ പ്രൈസും സെൽ പ്രൈസും എവറി ട്രാൻസാക്ഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ എങ്ങനെ ഈ ബൈ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യും? ബൈ പ്രൈസിന്റെ കാൽക്കുലേഷൻ എങ്ങനെ വരും? അതാരെങ്കിലും വയ്ക്കുന്നതാണോ? ഒരിക്കലുമല്ല. ഏത് വിർച്വൽ ടോക്കൺ ആയിക്കോട്ടെ, ടെതർ, ഓഷ്യൻ മാത്രമല്ല, ലോകത്തെ ഏത് വിർച്വൽ ടോക്കൺ ആണെങ്കിലും അതിന്റെ വാല്യൂ നിർണ്ണയിക്കുന്ന സയൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. എത്ര ലിക്വിഡിറ്റി ഉണ്ട്, എത്ര കോയിൻ ഉണ്ട്. ലിക്വിഡിറ്റിയെ കോയിനിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ അതിന്റെ വാല്യൂ ആയി. ഇപ്പൊ $10,000 ഉണ്ട്, 10,000 കോയിൻ ഉണ്ട് എങ്കിൽ $1 അതിന്റെ വില. $10,000 ഉണ്ട്, 5,000 കോയിൻ ഉള്ളൂ എങ്കിൽ $2 വിലയുണ്ട്. $10,000 ഉണ്ട്, 20,000 കോയിൻ ഉണ്ട് എങ്കിൽ $1/2 വില ഉണ്ടാകും. അപ്പൊ ലിക്വിഡിറ്റിയെ കോയിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ വാല്യൂ ആയി. ഈ ഒരു സയൻസ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നുള്ളൂ. ആരെങ്കിലും വാങ്ങാൻ വരുമ്പോ ഇപ്പൊ $100 കൊണ്ട് വാങ്ങാൻ വരുന്നു, ആ എമൗണ്ടിന്റെ 52% ലിക്വിഡിറ്റിയിൽ കയറുന്നു. 52% ലിക്വിഡിറ്റി കയറുന്നു. വേറെ മാജിക് ഒന്നും സിസ്റ്റം ചെയ്യുന്നില്ല. സെയിം ടൈം ആ എമൗണ്ടിന്റെ 35% വരെയുള്ള കോയിൻ മൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ തുച്ഛവും ബാക്കപ്പിലേക്ക് പോകുന്നത് വലിയ എമൗണ്ടുമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു ബാക്കപ്പ് വന്നു, പുതിയ കോയിന്റെ എണ്ണം വന്നു. 52/35 എന്ന് പറഞ്ഞാൽ 1.4857 വില എത്തി. വേറെ മാജിക് ഒന്നും സിസ്റ്റം ചെയ്യുന്നില്ല. അപ്പൊ തന്നെ ബൈ പ്രൈസ് പുതിയത് വന്നു, പഴയ ബൈ പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് മാറി. കേട്ടോ, ഏതൊരു സ്മാർട്ട് കോൺട്രാക്റ്റും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സിസ്റ്റം ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളൂ. പക്ഷേ മാത്തമാറ്റിക്സ് 52% ലിക്വിഡിറ്റിയിൽ പോകുന്നു, 35% ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ കോയിന്റെ എണ്ണം, ഈ മാത്തമാറ്റിക്സ് ഇവിടെ പവർഫുൾ ആണ്. ഏത് ബൈ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ലിക്വിഡിറ്റി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും, അതിന് ആനുപാതികമായി കോയിൻസ് മൈൻ ചെയ്തുകൊണ്ടിരിക്കും. ലിക്വിഡിറ്റിയും കോയിന്റെ എണ്ണവും വരുന്ന സമയത്ത് പുതിയ ബൈ പ്രൈസ് വരും. പുതിയ ബൈ പ്രൈസ് വന്നാൽ പഴയ ബൈ പ്രൈസ് സെൽ പ്രൈസ് ആയിട്ട് മാറും. ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സെല്ല് നടക്കുമ്പോഴോ, ആദ്യത്തെ സെൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് 5ാമത്തെ ട്രാൻസാക്ഷനാണ്. നോക്കൂ, 25 കോയിൻ അവിടെ സെല്ല് ചെയ്യുന്നു. അപ്പൊ അതിന് തൊട്ട് മുമ്പ് എത്ര കോയിൻ ഉണ്ട് നോക്കൂ, 95.82 കോയിൻ ആണ്. അവിടെ 25 കോയിൻ സെല്ല് ചെയ്യുമ്പോൾ അത്രയും കോയിൻ ബേൺ ചെയ്യാണ്, പിന്നെ 70.82 കോയിൻ ഉള്ളൂ. ആ കോയിൻ ഇല്ല പിന്നെ മാർക്കറ്റിൽ. സാധാരണ കോയിൻ ബേൺ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിസ്റ്റങ്ങളും ചെയ്യുന്നത് ഏതെങ്കിലും വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കലാണ്. അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ബേൺ ചെയ്ത് പോകുന്ന സിസ്റ്റത്തിൽ പിന്നെ ഇല്ല. ലോകത്ത് ഒരിടത്തും പിന്നെ ആ കോയിൻ ഉണ്ടാവത്തില്ല. അത് വീണ്ടും തിരിച്ചു സിസ്റ്റത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. അത് ബേൺ ചെയ്ത് പോകുമ്പോൾ ആ 25 കോയിന് 1.9932 പ്രകാരമുള്ള സെൽ പ്രൈസ്, ആ എമൗണ്ട്, അത് ലിക്വിഡിറ്റി നിന്ന് കുറയണം. അത് കുറയുമ്പോൾ 90% കുറയും. കാരണം കസ്റ്റമർക്ക് 90% കൊടുക്കുള്ളൂ, 10% സിസ്റ്റത്തിൽ തന്നെ ഹോൾഡ് ചെയ്യും. അപ്പോഴും ഒരു പുതിയ കോയിൻ പ്രൈസ് വരും. കാരണം ലിക്വിഡിറ്റി മാറി, കോയിന്റെ എണ്ണം മാറി, പുതിയ ബൈങ് പ്രൈസ് സെറ്റ് ആവുമ്പോൾ പഴയതിൽ നിന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു വില, ഹൈക്ക് ചെയ്ത വില, ആ വിലയാണ് ഇവിടെ സംഭവിക്കുക. ഒരിക്കലും താഴെ പോകുന്നില്ല. സുഹൃത്തുക്കളെ, ഈ ആശയം വളരെ സിമ്പിൾ ആണ്, പക്ഷെ വളരെ മനോഹരമായ രൂപത്തിൽ ഡീസെൻട്രലൈസ് പ്രോഗ്രാമിലേക്ക് അതിനെ കൊണ്ടുവന്ന് കഴിഞ്ഞു. ഇതിനി 2009 സതോഷി നാക്കാമോട്ടോ ചെയ്ത പ്രോഗ്രാം പോലെയായി മാറിക്കഴിഞ്ഞു. ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി വാങ്ങലും വിൽക്കലും നടക്കുന്നതനുസരിച്ച് ഇങ്ങനെ വില മാറിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഇങ്ങനെ വില മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കും. ആര് വന്നാലും, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് മാറി നിൽക്കുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ആക്റ്റീവായി ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ആര് വന്നാലും അദ്ദേഹം ഈ സിസ്റ്റത്തിലൂടെ പ്രോഫിറ്റ് എടുത്ത് മാത്രമേ എക്സിറ്റ് ആകൂ. പ്രോഫിറ്റ് എടുക്കാതെ സിസ്റ്റത്തിന് എക്സിറ്റ് ആവാനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് ഈ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കില്ല. എങ്കിൽ ഈ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട മുതൽ മുടക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം വലിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ നമുക്ക് മുതൽ മുടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. സിസ്റ്റം പറയുന്നത് വേറെ $20 മതി, ഈ സിസ്റ്റത്തിൽ അസോസിയേറ്റ് അത്ര മതി. മാക്സിമം $1000 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. 20 എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജ് ഒന്നും അല്ല കേട്ടോ. 21, 22, 30, 35, 46, 70, 71 നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ ഉപയോഗിച്ച് ചെയ്യാം. മിനിമം 20, മാക്സിമം 1000 അത്രേ പറയുന്നുള്ളൂ. അപ്പൊ 5000 ചെയ്യണമെങ്കിലോ 1000 കൊണ്ട് ആദ്യം വാങ്ങണം, വീണ്ടും ഒരു 1000 കൊണ്ട് വാങ്ങണം. അങ്ങനെ 5 പ്രാവശ്യമായിട്ട് വാങ്ങണം. അപ്പൊ ഒരു പ്രാവശ്യം വാങ്ങുമ്പോൾ അപ്പൊ തന്നെ പുതിയ ബൈ പ്രൈസ് വരൂല്ലേ. സ്വാഭാവികമായിട്ടും രണ്ടാമത് വാങ്ങുമ്പോൾ പുതിയ ബൈ പ്രൈസിലെ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 5 പ്രാവശ്യമായിട്ട് വാങ്ങുന്ന ഒരാൾക്ക് 5 പ്രൈം പ്രൈസിലായിരിക്കും ഈ ടോക്കൺസ് കിട്ടുക. ആര് വാങ്ങിയാലും 35% വർത്തുള്ള കോയിൻ അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് ഹോൾഡിംഗിലേക്ക് അവർ കൊടുക്കും. ആ കോയിൻ അയാൾക്ക് സെല്ല് ചെയ്യണമോ ഹോൾഡ് ചെയ്യണമോ അയാളുടെ ചോയ്സ് ആണ്. സിസ്റ്റം അതിലൊരു കണ്ടീഷൻസും വച്ചിട്ടില്ല. ഇവിടെ സ്റ്റേക്കിംഗ് പീരീഡ്, ഹോൾഡിംഗ് പീരീഡ്, ലോക്കിംഗ് പീരീഡ്, അങ്ങനത്തെ ഒരു പീരീഡ് ഒന്നുമില്ല. വരുന്ന കോയിനെ ഏത് സമയത്തും ഒരാൾക്ക് വിൽക്കാം, കുറച്ചായിട്ട് വിൽക്കാം, മുഴുവനായിട്ട് വിൽക്കാം, ഇതൊക്കെ അയാളുടെ ചോയ്സ് ആണ്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മൊമെന്റുമുള്ള നടക്കുന്ന ട്രാൻസാക്ഷൻ, എവറി ട്രാൻസാക്ഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി, ഈ സിസ്റ്റത്തിലുള്ള ടോട്ടൽ കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷൻസും ബൈ ആയിക്കോട്ടെ സെൽ ആയിക്കോട്ടെ,
ഇതിന്റെ വില ഇങ്ങനെ കയറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കതിലുള്ള ഗുണം എന്താ? ഒരു സിസ്റ്റത്തിൽ വന്നാൽ 35% ഉറപ്പായിട്ട് നമ്മുടെ കയ്യിൽ അപ്പം തന്നെ ഉണ്ട്. അവിടുന്ന് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 36ആയി, 37ആയി, 38ആയി, 40ആയി, 50ആയി, 100ആയി, 200ആയി, വില ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. പക്ഷെ സിസ്റ്റം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. കോയിൻ വിൽക്കുന്ന സമയത്ത് $100 ചെയ്ത ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് $200 തുല്യമായ കോയിനെ മാക്സിമം വിൽക്കാൻ പറ്റും. അതായത് നമ്മുടെ പാക്കേജിന്റെ ഇരട്ടി വിലയ്ക്കുള്ള കോയിൻ മാക്സിമം വിൽക്കാം. അപ്പൊ അതിൽ കൂടുതൽ വിൽക്കണമെങ്കിലോ അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. ഇപ്പൊ $100 കൊണ്ട് വാങ്ങിയപ്പോ, ഇപ്പൊ ഞാൻ വാങ്ങുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. അന്ന് $100 കൊണ്ട് വാങ്ങിയപ്പോൾ 273 ടോക്കൺസ് എനിക്ക് കിട്ടിയിരുന്നു. $1 വിലയുള്ള സമയത്താണ് ഞാൻ സെല് ചെയ്യുന്നതെങ്കിൽ $273 എനിക്ക് സെല് ചെയ്യാൻ സാധിക്കും. പക്ഷെ എന്റെ പാക്കേജ് 100 ആണെങ്കിൽ എനിക്ക് $200 സെല് ചെയ്യാൻ സാധിക്കും. ബാക്കി $73 ടോക്കൺസ് അപ്പോഴും എന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും, എന്റെ ഹോൾഡിംഗിൽ ഉണ്ടാകും. ആ കോയിൻ വിൽക്കണമെങ്കിൽ ഞാൻ വീണ്ടും ലിമിറ്റ് കൂട്ടണം. എങ്ങനെ ലിമിറ്റ് കൂട്ടാം? വീണ്ടും ഒരു പർച്ചേസ് നടത്തിയാൽ ലിമിറ്റ് കൂടും. വീണ്ടും $100 വാങ്ങാം, വേണ്ട $20 വീണ്ടും വാങ്ങാം. $100 ചെയ്ത ആള് അതിൽ താഴെയുള്ള എമൗണ്ട് വാങ്ങാൻ പാടില്ല, അങ്ങനെ കണ്ടീഷൻ ഒന്നുമില്ല. അയാളുടെ ഇഷ്ടമാണ് എത്ര എമൗണ്ടിൽ വാങ്ങണം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പാക്കേജ് എടുത്തൊരാള് അയാൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അയാൾ ഈ സിസ്റ്റത്തിൽ കൂടുതൽ ബൈ ചെയ്യുന്ന ആളായി മാറും. അങ്ങനെ ബൈ ചെയ്യുന്ന ആളായിട്ട് മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സിസ്റ്റത്തിലുള്ള മൊത്തം കമ്മ്യൂണിറ്റിക്ക് അത് ഗുണമായിട്ട് മാറും. അപ്പൊ കൂടുതൽ ലാഭം എടുക്കാൻ ഒരാൾ തയ്യാറാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടേ അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ പറ്റൂ. ഒരാൾ മാത്രം ലാഭം ഉണ്ടാക്കി എക്സിറ്റ് ആവുന്ന പ്രോസസ്സ് ടെത്രോഷയിൽ ഇല്ല. ഉദാഹരണം, ഒരു $1000 മുതൽ മുടക്കി അദ്ദേഹത്തിന് ഒരു 3000 കോയിൻ കിട്ടി. ആ 3000 കോയിൻ $1 വില സമയത്ത് $3000 ആയി, അല്ലെ? $1000 മുതൽ മുടക്കിയിട്ടുള്ളൂ. എന്നാൽ വിഡ്രോ ചെയ്യുന്ന സമയത്ത് $2000 വിഡ്രോ ചെയ്യാൻ സാധിക്കും. ബാക്കി $1000 വിഡ്രോ ചെയ്യണമെങ്കിൽ അയാൾ വീണ്ടും ടോപ്പപ്പ് ചെയ്യണം. എത്ര ടോപ്പപ്പ് ചെയ്യണം? മിനിമം $300 ടോപ്പപ്പ് ചെയ്യണം. അപ്പൊ $900 വിഡ്രോ ചെയ്യാൻ സാധിക്കും. സോറി, $600 വിഡ്രോ ചെയ്യാൻ സാധിക്കും, അല്ലെ? അപ്പൊ $500 ടോപ്പപ്പ് ചെയ്താലോ $1000 വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പൊ $500 ടോപ്പപ്പ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനാവശ്യമായ കോയിൻ അയാൾക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ അത് വിഡ്രോ ചെയ്യണമെങ്കിലോ വീണ്ടും അദ്ദേഹം ടോപ്പപ്പ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ ഈ സിസ്റ്റത്തിലൂടെ വരുമാനം ഉണ്ടാക്കി, ലാഭമുണ്ടാക്കി, കോടികൾ സമ്പാദിക്കാൻ ഒരാൾ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ഈ സിസ്റ്റത്തിലുള്ള ടോട്ടൽ കമ്മ്യൂണിറ്റിക്ക് വരുമാനം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും. ഈ ആശയം വളരെ മനോഹരമാണ് സുഹൃത്തുക്കളെ. ചെറിയ ആശയമൊന്നുമല്ല. സാധാരണ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇങ്ങനെയുള്ള സാഹചര്യവും നമുക്ക് കാണാൻ സാധിക്കില്ല. വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അയാൾ വരുമാനം ഉണ്ടാക്കി പോയി, ഓക്കെ. മറ്റുള്ളവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ അയാൾ വർക്ക് ചെയ്താൽ കിട്ടും എന്നേ പറയാൻ പറ്റൂ, അല്ലെ? ഇനി ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല, ഞാൻ കമ്മീഷൻ വാങ്ങി കോടീശ്വരനാകാൻ പോകാൻ തീരുമാനിച്ചു. ആവാം. $20 ഇൻവെസ്റ്റ് ചെയ്തു ഒരാൾക്ക്, അദ്ദേഹത്തിന് മാക്സിമം 3 ഇരട്ടി $60 വിഡ്രോ ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ വിഡ്രോ ചെയ്യണമെങ്കിൽ ലിമിറ്റ് വീണ്ടും കൂട്ടണം. സെയിം ബൈ ചെയ്താൽ മാത്രമേ ലിമിറ്റ് കൂടൂ. അപ്പോൾ അദ്ദേഹം ഈ സിസ്റ്റത്തിലൂടെ $60 വിഡ്രോ ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കൊണ്ട് $20 ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ റെഫർ ചെയ്തപ്പോൾ $1000 റെഫർ ചെയ്തു, $2000 റെഫർ ചെയ്തു, $3000 റെഫർ ചെയ്തു, $10000 റെഫർ ചെയ്തു. ഇതിന്റെ കമ്മീഷൻസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ കയറുന്ന കമ്മീഷനിൽ $60 വിഡ്രോ ചെയ്തു. ആ $60 ഒരു സർവീസ് ചാർജും ഇല്ലാതെ അതിന് കിട്ടിയപ്പോൾ ആ 60 വീണ്ടും ടോപ്പപ്പ് ചെയ്തു. അപ്പോ അതിന്റെ 3 ഇരട്ടി $150 വിഡ്രോ ചെയ്യാം. ആ 150 വീണ്ടും ടോപ്പപ്പ് ചെയ്തു. അങ്ങനെ ചിന്തിച്ചു പോകുന്ന ഒരാൾ വളരെ സ്പീഡിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ഒക്കെ പറ്റുന്ന സാഹചര്യം സിസ്റ്റത്തിലുണ്ട്. അതിൽ പ്രത്യേകിച്ച് കണ്ടീഷൻ ഇല്ലെന്നേ. ഒരു ദിവസം 1000 പ്രാവശ്യം ഒരാൾക്ക് ടോപ്പപ്പ് ചെയ്തു, 1000 പ്രാവശ്യം വിഡ്രോ ചെയ്തു, നോ പ്രോബ്ലം. ലിമിറ്റ് കൂട്ടാൻ വേണ്ടി എത്ര പ്രാവശ്യം ടോപ്പപ്പ് ചെയ്യാം, എത്ര പ്രാവശ്യം വിഡ്രോ ചെയ്യാം. പക്ഷെ ഓരോ ടോപ്പപ്പും ബൈ ആണ്. 1000 പ്രാവശ്യം ഒരാൾ ടോപ്പപ്പ് ചെയ്താൽ 1000 പ്രാവശ്യം സിസ്റ്റത്തിൽ വില മാറ്റാൻ ആ ടോപ്പപ്പ് കാരണമായി തീർന്നു. അദ്ദേഹം ടോപ്പപ്പ് ചെയ്ത് അദ്ദേഹത്തിന്റെ കമ്മീഷൻ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലിമിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ടോട്ടൽ സിസ്റ്റം എത്ര കമ്മ്യൂണിറ്റി ഉണ്ടോ അവർക്ക് മൊത്തം 1000 പ്രാവശ്യം വില മാറുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. സോ ഈ 2 ലിമിറ്റുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ 2 ലിമിറ്റഡ് സിസ്റ്റത്തിന്റെ അസറ്റിന്റെ ഇൻക്രീസിന് കാരണമായി തീരും. സോ ഗെറ്റ് റിപ്പീറ്റഡ് കമ്മീഷൻ വെൻ യുവർ ടീം മെമ്പേഴ്സ് റീഇൻവെസ്റ്റ് ടു ഇൻക്രീസ് ദെയർ കറന്റ് ലിമിറ്റ്. അങ്ങനെ ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ സ്പോൺസർക്ക് വീണ്ടും വീണ്ടും കമ്മീഷൻ കിട്ടിയിരിക്കുകയും ചെയ്യും. സിസ്റ്റം തരുന്നത് ബ്യൂട്ടിഫുൾ ആയ ആശയമാണ്. കാരണം ഇതിന്റെ പാസീവ് ഇൻകം സോഴ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് വിർച്വൽ കോയിന്റെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. 2 ഇൻവെസ്റ്റ്മെന്റ് പൂളാണ്. 100, 500, $1000 ചെയ്തവർക്കൊക്കെ ഡെയിലി ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. അത് സിസ്റ്റം എങ്ങൊന്നും എടുത്തു തരുന്നൊന്നുമല്ല. ആ ദിവസം നടന്ന വരുമാനത്തിന്റെ 4% മാറ്റിവെക്കുന്നു. എന്നിട്ട് ഓരോ പാക്കേജുകാർക്കും 100 1 പോയിന്റ്, 500 5 പോയിന്റ്, 1000 10 പോയിന്റ്, അങ്ങനെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫണ്ട് എത്രയാന്ന് നോക്കും, പോയിന്റ് എത്രയുണ്ടെന്ന് നോക്കും, ഒരു പോയിന്റ് വില കണ്ടുപിടിക്കും.
എന്നിട്ട് വരുമാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് ഉച്ചയ്ക്ക് 1:30 കാൽക്കുലേറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതിനൊന്നും ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിസ്റ്റം കാൽക്കുലേഷൻ എടുക്കുന്നു, വിഡ്രോ ചെയ്യുന്നു. ആ വരുന്ന എമൗണ്ട് അപ്പൊ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റും. ഇതിന്റെ വിഡ്രോയിലൊക്കെ രസമാണ്. $1.5 $1.5 വിഡ്രോ ചെയ്യാം. ഒരു കോയിനുള്ളൂ, ഒരു കോയിനും നമുക്ക് സെല് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഇതിനൊരു കണ്ടീഷൻസ് സിസ്റ്റം പറഞ്ഞിട്ടില്ല. സാധാരണ പല സിസ്റ്റങ്ങളും $10 വേണം, $20 വേണം, 10ന്റെ ഗുണിതകൾ വേണം, പല കണ്ടീഷൻസ് ആണല്ലേ. ഇന്ന് വിഡ്രോ ചെയ്താൽ 24 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുള്ളൂ, 48 മണിക്കൂർ കഴിഞ്ഞ് കിട്ടുള്ളൂ. ഇവിടെ ഒന്നുമില്ല, ഇൻസ്റ്റന്റ് ആണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഈ ആശയത്തിൽ വന്ന് ചെയ്ത് വിജയിക്കാൻ തയ്യാറുള്ള ഒരാൾക്ക് വിജയമല്ലാതെ ഈ സിസ്റ്റത്തിൽ ഒന്നും കൊടുക്കുന്നില്ല. 100% സക്സസ് റേറ്റ് കാണിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു ആശയം. ഒരു ആക്റ്റീവ് ഇൻകം സോഴ്സിലേക്ക് വന്നാൽ ഫസ്റ്റ് ലെവലിൽ നമുക്ക് 10% ഇൻകം ഉണ്ട്. നമ്മൾ ഈ സിസ്റ്റത്തെ കുറിച്ച് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ ഈ സിസ്റ്റത്തിന് വേണ്ടി മുതൽ മുടക്കുന്ന എമൗണ്ട് എത്രയോ അതിന്റെ 10% നമുക്ക് കിട്ടും. അവർ എത്ര പ്രാവശ്യം ടോപ്പ് അപ്പ് ചെയ്യുന്നുണ്ടോ ആ ടോപ്പ് അപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ 10% നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് സെക്കൻഡ് ലെവലിൽ നിന്നായി 5% കിട്ടും. തേർഡ് ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് സിസ്റ്റം വെച്ചിരിക്കുന്നത് 20% വരെ ഉണ്ട്. 5 മുതൽ 20% വരെ. അത് കൂടാതെ ഒരു ലീഡർഷിപ്പ് റിവാർഡും ഉണ്ട്. മനോഹരമായ ഈ ആശയത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് റാങ്കുകൾ ക്വാളിഫൈ ചെയ്ത് പോയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് ലെവലിലേക്ക് റാങ്ക് നിർബന്ധമില്ല. തേർഡ് ലെവൽ മുതൽ റാങ്ക് വേണം. സോ സിൽവർ റാങ്ക് ആണ് ആദ്യത്തെ റാങ്ക്, ഗോൾഡ് ആണ് രണ്ടാമത്തെ റാങ്ക്, എമറാൾഡ് ആണ് മൂന്നാമത്തെ റാങ്ക്, ഡയമണ്ട് ആണ് നാലാമത്തെ റാങ്ക്. വളരെ സിമ്പിൾ ക്രൈറ്റീരിയ ആണ് അതിനുവേണ്ടി പറഞ്ഞിട്ടുള്ളത്. $100 പാക്കേജ് നമുക്ക് ഉണ്ടാകണം. $100 എന്ന് വെച്ചാൽ സിംഗിൾ പർച്ചേസ് വേണം നിർബന്ധമില്ല കേട്ടോ. 20 20 20 അങ്ങനെ 5 പ്രാവശ്യം കൊണ്ട് ടോപ്പ് അപ്പ് ചെയ്ത് വന്നാലും മതി. ഒരാൾ നെറ്റ്വർക്ക് ചെയ്യാൻ തയ്യാറായി വന്നു, $220 സ്റ്റാർട്ട് ചെയ്തു, അദ്ദേഹത്തിന് കമ്മീഷൻ കിട്ടി, ഒരു $1000 ഓഫ് $100 കമ്മീഷൻ കിട്ടി. അപ്പോൾ ആദ്യത്തെ 20ന്റെ 60 വിഡ്രോ ചെയ്തു. 60 വിഡ്രോ ചെയ്തപ്പോൾ 20 ടോപ്പ് അപ്പ് ചെയ്തു, 40 അദ്ദേഹം കയ്യിലെടുത്തു. 20 ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ വീണ്ടും 60 വിഡ്രോ ചെയ്യാലോ, അപ്പൊ 40 ബാക്കിയൊക്കെ കിടക്കുന്നുണ്ട്. ആ 40 കൂടെ വിഡ്രോ ചെയ്തെടുത്തു. അപ്പൊ $80 അദ്ദേഹത്തിന് ആവശ്യത്തിന് എടുത്തു. അപ്പൊ $40 പാക്കേജിലേക്ക് അദ്ദേഹം എത്തി. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് $100 എത്തി. മതി. സിൽവർ റാങ്ക് ക്വാളിഫൈ വേറെ ഒന്നും വേണ്ട. മിനിമം 5 ഡയറക്ട് റെഫറൽ ഉണ്ടാകണം. ആ ഡയറക്ട് റെഫറൽ ബിസിനസ്സിലൂടെ ഒരു $500 ബിസിനസ് നമ്മൾ ചെയ്തിട്ടുണ്ടാകണം. ടോട്ടൽ ബിസിനസ് വോളിയം $5000 എത്തുകയും വേണം. അപ്പോൾ ഒരാൾ വന്നിട്ട് $100 പാക്കേജ് എടുത്ത് $1000 5 പേരെ റെഫർ ചെയ്താൽ അയാൾ സിൽവർ ക്വാളിഫൈ ചെയ്തു. സിൽവർ ക്വാളിഫൈ ചെയ്താൽ നമുക്ക് ലെവൽ ഇൻകം സ്റ്റാർട്ട് ആവും. മൂന്നാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിൽ 5% കിട്ടും. ഇപ്പോൾ അത് ഫസ്റ്റ് ലെവലിലേക്ക് 10% സിൽവർ ക്വാളിഫൈ ചെയ്താൽ 15% മാറും. സെക്കൻഡ് ലെവൽ 5% സിൽവർ ക്വാളിഫൈ ചെയ്താൽ 10% മാറും. തേർഡ് ലെവൽ മുതൽ 5% കിട്ടും. ഗോൾഡ് റാങ്ക് എത്താൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മൾ സ്പോൺസർ ചെയ്ത ആൾക്കാരിൽ ഏതെങ്കിലും 2 ലെഗിൽ ഓരോ സിൽവർ ക്രിയേറ്റ് ചെയ്യുക. ഒരു സിൽവർ എന്ന് പറഞ്ഞാൽ $5000 ബിസിനസ് കൊണ്ടുവരുന്ന ഒരു ടീമാണ് അല്ലേ. 2 സിൽവർ എന്ന് വെച്ചാൽ $10000 ബിസിനസ് ആയി. $25000 ബിസിനസ് ടോട്ടൽ ചെയ്താൽ ഗോൾഡ് റാങ്ക് ആയി. സിമ്പിൾ ആണ്. എമറാൾഡ് റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി സിസ്റ്റം പറയുന്നത് 2 ഗോൾഡിനെ ക്രിയേറ്റ് ചെയ്യുക, $1,00,000 ബിസിനസ് ചെയ്യുക. അതും എത്ര എളുപ്പമാണെന്നറിയോ. കാരണം എന്താ, ഗോൾഡ് എന്ന് പറയുന്നത് $25000 ബിസിനസ് ചെയ്യുന്ന ഒരു ടീമാണ്. ഇപ്പൊ 2 ഗോൾഡ് വരുമ്പോൾ തന്നെ $50,000 ബിസിനസ് ആയി അല്ലേ. നമ്മുടെ കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്താൽ ഈ സിസ്റ്റത്തിൽ നമുക്കൊരു ഡയമെൻഷിപ്പ് കടിക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇവിടെ വരുന്ന കമ്മ്യൂണിറ്റി എന്ത് ആക്ടിവിറ്റിയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്ന ആക്ടിവിറ്റി ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇപ്പോ ഒരാളൊരു ഫണ്ട് ഇഷ്യൂ ചെയ്യുന്നു. എന്താണ്, ഒരു പാക്കേജ് എടുക്കുന്നു, $20 പാക്കേജ് എടുക്കുന്നു. ആ $20 പാക്കേജ് എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് $7 തുല്യമായിട്ടുള്ള കോയിൻ ഇഷ്യൂ ചെയ്യും. അപ്പൊ ഞാൻ ഇതിന്റെ പ്രൈസ് എടുത്തിരുന്നത് 0.1277 എന്ന പ്രൈസ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിയത് ഏപ്രിൽ 2 അന്നത്തെ പ്രൈസ് 0.1277 ആയിരുന്നു ഞാൻ വാങ്ങുന്ന സമയത്ത്. അതിനുശേഷം വാങ്ങിയവർക്കൊന്നും ആ റേറ്റ് കിട്ടില്ല, കാരണം ഞാൻ വാങ്ങിയപ്പോൾ തന്നെ പ്രൈസ് മാറിപ്പോയി. സിസ്റ്റത്തിന്റെ ബ്യൂട്ടി അതാണ്. എന്നിട്ട് ഈ 54.86 കോയിൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം തീരുമാനിച്ചു ഇതിന് ഗ്രോത്ത് കിട്ടുമ്പോൾ വിൽക്കണം. സാധാരണ ട്രേഡിങ്ങിലൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ $20 നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് കിട്ടി, $1 കിട്ടി അല്ലെങ്കിൽ $2 കിട്ടി, നമ്മൾ അപ്പൊ തന്നെ അത് വിഡ്രോ ചെയ്യും അല്ലെ, സെല് ചെയ്യും അല്ലെ. അങ്ങനെയാണ് നമ്മൾ സാധാരണ പ്രോഫിറ്റ് എടുക്കുന്നത്. നമ്മളതൊരു ഇമ്പാക്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു $1000 ഫിഗർ എഴുതാം. കാരണം $20 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവില്ല. അപ്പൊ $1000 വയ്ക്കുമ്പോഴത്തേക്കും നമുക്കറിയാം $350 തുല്യമായിട്ടുള്ള കോയിൻ കിട്ടി, 2740 കോയിൻ കിട്ടി. ഒരു ഗ്രോത്ത്, ഞാനൊരു ഗ്രോത്ത് ഇടുകയാണ്, $0.04 ഒരു കോയിന് ഗ്രോത്ത് വരുന്ന സമയത്ത് ഞാൻ സെല് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ $350 എന്നുള്ളത് ആ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും $459 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ആ സമയത്ത് ആ ഗ്രോത്ത് മാത്രം $109 എന്ന ഗ്രോത്ത് മാത്രം ഞാൻ സെല് ചെയ്തു. അങ്ങനെ സെല് ചെയ്യുമ്പോൾ 2087 കോയിനായിട്ട് എന്റെ കോയിന്റെ എണ്ണം കുറയും. പക്ഷെ ആ കോയിന് $350 വർത്തുണ്ടാവും. അപ്പൊ എന്റെ വർത്ത്, തുടക്കത്തിൽ കിട്ടിയ ആ വർത്ത് ഒരിക്കലും ഞാൻ മിസ്സാക്കുന്നില്ല.
വീണ്ടും ഗ്രോത്ത് വരുന്നു, $0.04 ഗ്രോത്ത് വരുന്നു, $433.48 അപ്പോൾ ഞാൻ $83.48 മാത്രം ഞാൻ വിഡ്രോ ചെയ്യുന്നു, അതിനുള്ള കോയിൻ മാത്രം വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ 1685.12 കോയിനായിട്ട് എന്റെ കോയിന്റെ എണ്ണം കുറയും, പക്ഷെ അതിന്റെ വർത്ത് എപ്പോഴും $350 ആയിരിക്കും. അങ്ങനെ എന്റെ ക്യാപിറ്റൽ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ ഏതോ അത് നിലനിർത്തിക്കൊണ്ട് ഗ്രോത്ത് മാത്രം സെല് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ് ഞാൻ 30 പ്രാവശ്യം ചെയ്തപ്പോഴത്തേക്കും 30 പ്രാവശ്യം ഞാൻ ഈ പ്രോസസ് ചെയ്തപ്പോഴത്തേക്കും 30ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴും $350 വർത്തുള്ള കോയിൻ എന്റെ കയ്യിൽ ഉണ്ടാകും. 31ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് തന്നെയായിരിക്കും നടക്കുക. 32ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് തന്നെ നടക്കുക. 500ാമത്തെ പ്രാവശ്യം ചെയ്താലും അത് തന്നെയായിരിക്കും നടക്കുക. പക്ഷേ 30 ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് $774 ആയിരിക്കും. സെയിം ടൈം $350 കോയിൻ എൻ്റെ കയ്യിലുണ്ട്. അതായത് എന്റെ ക്യാപിറ്റൽ കൂടുതൽ എനിക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റി 30 പ്രാവശ്യം കൊണ്ട്. അപ്പോൾ ഈ സിസ്റ്റത്തിൽ ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവ്മെന്റ് നടന്നാലുള്ള സംഭവം എന്തായിരിക്കും? ടോട്ടൽ കമ്മ്യൂണിറ്റി ഈ പ്രോസസ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഒരു ദിവസം വില മാറും ആലോചിച്ച് നോക്കി. ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം വില മാറും, ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം വില മാറും. ഇപ്പൊ ചെറിയ കമ്മ്യൂണിറ്റി സിസ്റ്റം വന്നിട്ടുള്ളൂ. ആ കമ്മ്യൂണിറ്റി ഇപ്പൊ ഒരു 700 എന്ന എണ്ണമാണ്, അല്ലെങ്കിൽ 800 എണ്ണ 700 ചില്ലാനും മാത്രമേ ഉള്ളൂ. 720 730 ആ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളൂ. ഇതൊരു 7000-ലേക്ക് എത്തുമ്പോൾ, 70,000-ലേക്ക് എത്തുമ്പോൾ, 7 ലക്ഷത്തിലേക്ക് എത്തുമ്പോൾ ടെതറോഷിന്റെ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രകമ്പനം കൂടുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ടാകും. എങ്ങനെയായിരിക്കും പ്രകമ്പനം കൊള്ളുക? ഒരു ദിവസം എക്സൈറ്റ്മെന്റ് മാത്രമേ ഷെയർ ചെയ്യാനുള്ളൂ. നോക്കി പറഞ്ഞു നിൽക്കുമ്പോൾ ഒരു പ്ലാൻ പറയാൻ വേണ്ടി ചെന്നു, ഒരാളോട് സംസാരിച്ചു, സൂമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അരമണിക്കൂർ കൊണ്ട് ഒരു 10, 30, 40, 80, 100 പ്രാവശ്യം വില മാറുന്നത് കാണാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് സിസ്റ്റം മാറുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കും? അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ സയൻസിലേക്ക് നമ്മളൊന്ന് കടന്നു വരണം. എന്താണ് സിസ്റ്റം സംഭവിക്കാൻ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, കൈ വെള്ളയിലെ രേഖകൾ പോലെ തെളിവായിട്ടുള്ള ഒരു സിസ്റ്റം. മാർക്കറ്റിൽ ആയിരക്കണക്കിന് സിസ്റ്റങ്ങളുണ്ട്. മാർക്കറ്റിൽ നമ്മുടെ മുമ്പിൽ ഒരു ദിവസം വരുന്ന പ്രൊജക്റ്റുകളുടെ എണ്ണം അനന്ത സാധ്യതയുള്ളതാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ആയുസ് വളരെ തുലം കുറവാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ കൈവെള്ള രേഖ പോലെ നമുക്കത് കാണാൻ പറ്റൂല. കുറെ ഹിഡൻ ആയ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. നമുക്ക് ഒരുപാട് തരുമെന്നൊക്കെ പറയും, പക്ഷെ ഒന്നും തരുന്നുണ്ടാവില്ല. ആ രൂപത്തിലേക്കാണ് അതിന്റെ സിസ്റ്റത്തിന്റെ ഡിസൈനിങ് നമ്മൾ കാണുക. ശരിക്കും ഒന്ന് ഹോംവർക്ക് ചെയ്ത് നോക്കി നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മൾ പറയുമ്പോൾ തന്നെ പറയും, ഓ ഇത്ര നാൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പക്ഷെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പലപ്പോഴും ആൾക്കാർ പറയുക. ടെതറോഷിൽ അങ്ങനെ ഒന്നുമില്ല. ടെതറോഷ് വളരെ വ്യക്തമാണ്. ഇത് എങ്ങനെയാണ് സംഭവിക്കുക, അതായത് എത്ര ശതമാനം ലിക്വിഡിറ്റി കയറും, ഇത് എത്ര കോയിൻ ജനറേറ്റ് ചെയ്യും, ഇത് എത്ര ഗ്രോത്ത് വരുമ്പോൾ നിങ്ങൾക്ക് സെല് ചെയ്യാം, അങ്ങനെ സെല് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് നിങ്ങൾക്ക് ഗ്രോത്ത് കിട്ടും, അപ്പോഴും നിങ്ങളുടെ അസറ്റ് അവിടെ ബാക്കിയുണ്ട്. ഇങ്ങനെ കൃത്യമായിട്ട് വഴി തെറ്റാതെ എഴുതി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ പ്രോഗ്രാം ഏറ്റെടുക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. ആ ഓപ്പർച്യൂണിറ്റിയുടെ അനന്ത സാധ്യത മനസ്സിലാക്കി തന്നെയാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്. ഏറ്റെടുത്ത എല്ലാവരും അതിന്റെ മനോഹാരിതയിലേക്ക് കടന്നു വരിക എന്നുള്ള സംഗതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആശയം പറയുന്ന സമയത്ത് ആളുകൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട്. സാർ അതിനേക്കാളും ബെറ്റർ അങ്ങനെയാണല്ലോ, ഇതിനേക്കാളും ബെറ്റർ ഇതാണല്ലോ പറയുന്ന ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ അവരൊക്കെ പറയും, അപ്പോഴും നമ്മൾ ടെതറോഷൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ള പ്രോഗ്രാം ആ സമയം കൊണ്ട് ചിലപ്പോൾ എൻഡായി മാറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാം മാറി, അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ പറയുന്ന അവസ്ഥയായിരിക്കും. ടെതറോഷൻ ഇങ്ങനെ ഒരേ രൂപത്തിൽ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇതുകൊണ്ട് ഞാൻ നേരത്തെ പറയാൻ കാരണം, 2009 സതോഷി നാക്കാമോട്ടോ ബിറ്റ്കോയിൻ ഡിസൈൻ ചെയ്തപ്പോൾ അദ്ദേഹം എടുത്ത തീരുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ പോലും കൺട്രോൾ ഇല്ലാത്തൊരു പ്രോഗ്രാം അതായിരുന്നു മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ബിറ്റ്കോയിൻ ഇത്ര ഗ്രോത്തിലേക്ക് വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് കൺട്രോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പല കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം വീണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരുമായിരുന്നു, അല്ലെ? അങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. എന്റെ അറിവിൽ ക്രിപ്റ്റോ കറൻസി രംഗത്ത് പൈസ ഉണ്ടാക്കിയ ആൾക്കാർ ആരാന്ന് ചോദിച്ചാൽ, വാങ്ങിയിട്ട് മറന്നു കളഞ്ഞ ആൾക്കാരാണ്. അവരൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ലൈവായിട്ട് നിന്ന് പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയ സമയമുണ്ട്, പോയ സമയമുണ്ട്, നെറ്റ് റിസൾട്ട് ചിലപ്പോൾ 0 ആയിരിക്കും, ചിലപ്പോൾ മൈനസ് ആയിരിക്കും. എന്റെ പരിചയത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ അതാണ്. പക്ഷെ ടെതറോഷൻ 100% നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിന്റെ സയൻസിലേക്ക് നിങ്ങൾ ഇറങ്ങി വരിക എന്നുള്ള അഭ്യർത്ഥന ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇതിന്റെ സയൻസിലേക്ക് കൃത്യമായിട്ട് ഇറങ്ങി വരണം. ഏറ്റെടുക്കാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയ ഒരു ആശയം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് ഏറ്റെടുക്കേണ്ട രൂപത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാകുക. നിങ്ങൾ വിളിച്ച സുഹൃത്തുക്കളെ, ബന്ധുവിനെ, പരിചയക്കാരനെ, അപ്ലൈൻ ലീഡറെ കോൺടാക്ട് ചെയ്യുക. ഇതിന്റെ സാധ്യതയിലേക്ക് ഇറങ്ങി വരാൻ നമ്മൾ തയ്യാറാകുക. വിഷ് യു ആൾ സക്സസ്. താങ്ക് യു.